Download now. CC Learning app. ഹായ്, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ദിജേഷ് ദിനേശൻ. അപ്പോൾ എല്ലാവരും CSEB എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയമാണ് അല്ലേ? ഓരോരുത്തർ എക്സാം എഴുതിയിരിക്കുന്നുണ്ട്, വരാൻ പോകുന്ന പരീക്ഷയെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. പഠനം നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കിന്ന് CSEB എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന GK ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും പരിശോധിക്കാം. GK കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കാണാറുള്ളത്. സോ നമുക്ക് GKയുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. അതിനു മുമ്പായി നമ്മുടെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ ലേണിംഗ് ആപ്പിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അത് അവൈലബിൾ ആണ്. നമുക്ക് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത് നമ്മുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ചോദ്യം: വിച്ച് സോഷ്യൽ റിഫോമർ ഫൗണ്ടഡ് ആര്യ സമാജ് ഇൻ ദ ഇയർ 1875? ആരാണ് 1875 ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്? ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? 1875 ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? അത് ദയാനന്ദ സരസ്വതിയാണ്. ആരാണ്? ദയാനന്ദ സരസ്വതി. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. ഞാൻ ഉത്തരം ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന ആ ഒരു സെഷൻ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉത്തരം അതിന്റെ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഉത്തരം കാണാവുന്നതാണ്. സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാ റാം മോഹൻ റോയ്, രവീന്ദ്രനാഥ ടാഗോർ, ഇവരെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകരായിട്ട് കണക്കാക്കപ്പെടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് അവരുടെ സംഘടനയൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അതായത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ബ്രഹ്മസമാജമാണ്. ഏതാണ്? ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ് രൂപീകരിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. 1828 ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തെ പറ്റിയിട്ട് ഒരുപാട് തവണ ഈ പറയുന്ന CSEB എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മസമാജം 1828 രാജാറാം മോഹൻ റോയ് രൂപീകരിക്കുന്നു. അതായത് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്തത് എന്തിനെയാണ്? മോണോത്തിസം, അതായത് ഏകദൈവ വിശ്വാസത്തെയും ഒപ്പോസിഡ് ഐഡൽ വേർഷിപ്പ്, അതായത് വിഗ്രഹാരാധനയെ എതിർക്കുക, സതി, കാസ്റ്റ് സിസ്റ്റം എന്നിവയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക. ഇതൊക്കെയായിരുന്നു ബ്രഹ്മസമാജത്തിന്റെ ഉദ്ദേശം. തുടക്ക കാലഘട്ടത്തിൽ അത് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നാണ്. 1928 അത് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നാണ്. 828 അത് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നാണ്. 829 കാലഘട്ടത്തിലാണ് അത് ബ്രഹ്മസമാജം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം, രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജം, സതി പോലെയുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ട് പറയുന്നത് ആര്യ സമാജമാണ്. അത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. 1875 എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് കാണപ്പെടുന്ന ചില ചോദ്യങ്ങൾ എങ്ങനെയാണ്? മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. റോങ് ആയിട്ടുള്ള പെയർ ഏതാന്ന് ചോദിക്കുന്നത്, ശരിയായിട്ടുള്ള പെയർ ഏതാ, അതൊക്കെ ചോദിക്കാറുണ്ട്. സോ ആര്യ സമാജം 875 ദയാനന്ദ സരസ്വതി. അടുത്തായിട്ട് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രധാനമായിട്ടും അതായത് സോഷ്യൽ സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ, അതിനു വേണ്ടിയിട്ട് വന്ന സംഘടനയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ്? ഗോ ബാക്ക് ടു വേദാസ്, അല്ലെ? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. സംഘടന ഏതാണ്? ആര്യ സമാജമാണ്. ആര്യ സമാജത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ സർവീസ് നടത്തുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തൊരു സംഘടന കൂടിയാണ്. ദെൻ രാമകൃഷ്ണ മിഷൻ. അടുത്തായിട്ട് പറയുന്നത് രാമകൃഷ്ണ മിഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ 1897 ഓർമ്മ വരണം. 1897 രാമകൃഷ്ണ മിഷൻ. ഇതൊന്നുമല്ല, രാമകൃഷ്ണ മിഷൻ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. പക്ഷെ അദ്ദേഹമല്ല അത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ആ സംഘടന ആരംഭിക്കുന്നത് സ്വാമി
വിവേകാനന്ദനാണ്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസരുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ഏത്? രാമകൃഷ്ണ പരമഹംസരുടെ ആ ഓർമ്മയിൽ രൂപീകരിച്ച സംഘടനയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ രീതിയിൽ ആ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടും സ്വാമി വിവേകാനന്ദൻ രൂപീകരിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹത്തിന്റെ ഗുരു. ഇത്രയും കാര്യങ്ങളോട് ഓർത്തു വെക്കണം. 897 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർ ഓർത്തു വെക്കണം. ആര്യ സമാജമാണെങ്കിൽ 875 ഓർത്തു വെക്കണം. ബ്രഹ്മസമാജമാണെങ്കിൽ 828 ഓർമ്മ വെക്കണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പേരുകളും ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ 3 സംഘടന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് സത്യശോധക് സമാജ് ആണ്. ഏതാണ്? സത്യശോധക് സമാജ് ആണ് ഇനി വരുന്നത്. സത്യശോധക് സമാജ് 873 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ജ്യോതിറാവ് ഫുലെ, പൂനെയില്. ജ്യോതിറാവ് ഫുലെ ആരാണ്? ജ്യോതിറാവ് ഫുലെ ഇൻ പൂനെ. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ് ജ്യോതിറാവ് ഫുലെ? ജ്യോതിറാവ് ഫുലെയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അതും കൂടി ഒന്ന് ഇവിടെ ചേർത്ത് പഠിച്ചുകൊള്ളുക. ഇറ്റ് എയിംഡ് ടു ലിബറേറ്റിംഗ് ദ ബഹുജൻ, അതായത് ബ്രാഹ്മണരല്ലാത്ത ആൾക്കാരുടെ ചൂഷണത്തിനെതിരായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ പറയുന്ന സത്യശോധക സമാജ് വരുന്നത്. അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റി നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ട് വന്ന സംഘടന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വന്ന സംഘടനയാണ് ഇത് സത്യശോധക് സമാജ്. ഏതാണ്? സത്യശോധക് സമാജ്. ഓക്കെ. അടുത്തായിട്ട് പറയുന്നത് പ്രാർത്ഥന സമാജമാണ്. പ്രാർത്ഥന സമാജം 867 ആ സംഘടന രൂപീകരിക്കുന്നത്. പ്രാർത്ഥന സമാജവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കേണ്ട പേര് ആത്മാറാം പാണ്ഡുരംഗ് എന്നാണ്. ആത്മാറാം പാണ്ഡുരംഗ്. കൂടാതെ ഒരു പേരും കൂടി നമ്മൾ കേൾക്കണം, MG റാനഡെ, മഹാഗോവിന്ദ് റാനഡെ എന്ന് പറയുന്ന വ്യക്തിയും ആത്മാറാം പാണ്ഡുരംഗും കൂടി ചേർന്നിട്ട് രൂപീകരിച്ച സംഘടനയാണ് പ്രാർത്ഥന സമാജ്. 867 ആ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഈ സംഘടന പ്രധാനമായിട്ട് എന്താണ്? ഒരു മറാത്ത റീജിയനിലാണ്. പ്രധാനമായിട്ടും ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങളോട് സാമ്യമുള്ള സംഘടനയാണ്, അല്ലെങ്കിൽ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് നല്ല സാമ്യമുള്ള സംഘടനയാണ്. പക്ഷെ പ്രധാനമായിട്ടും അതിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയായിരുന്നു? മറാത്ത റീജിയനിലായിരുന്നു. മറാത്ത പ്രദേശത്തായിരുന്നു അതിന്റെ പ്രവർത്തന മേഖല. ഓക്കെ. ഇനി സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 905 ആ സംഘടന രൂപീകരിക്കുന്നത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ടീച്ചർ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ നാഷണൽ മിഷണറീസിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണിത് സർവീസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 905 അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഒത്തിരി സ്പീഡിലല്ല പറയുന്നത്, എങ്കിലും ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമായതുകൊണ്ട് GK ചിലർക്കെങ്കിലും തീരെ അറിയാത്ത ഭാഗമാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ 1-2 തവണ നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഇയറുകളും വ്യക്തികളുടെ പേരും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്തായിട്ട് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ്. സ്വാഭിമാന പ്രസ്ഥാനം. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 925 ഇങ്ങോട്ട് എത്തി, ആധുനിക ഇന്ത്യയിലേക്ക് കടന്നു. 925 കാലഘട്ടത്തിലാണ് ഒരു തമിഴ് നേതാവായിട്ടുള്ള, ദേശീയ നേതാവ് തന്നെയാണ് EV രാമസ്വാമി നായ്ക്കർ, അല്ലെങ്കിൽ പെരിയോർ എന്നറിയപ്പെടുന്ന വ്യക്തി. ആരാണ്? EV രാമസ്വാമി നായ്ക്കർ, അല്ലെങ്കിൽ പെരിയോർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഈ സമാജം, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ആരംഭിച്ചത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 925 ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിന്റെ സംഘടന SNDP യോഗം. ഏതാണ്? SNDP യോഗം. SNDP യോഗം 903 മെയ് 15 ആരംഭിക്കുന്നത്. ഏതാണ്? മെയ് 15, 903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്നാണ് അതിന്റെ പേര്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരംഭിക്കുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പൊ നമ്മുടെ പരീക്ഷ പേപ്പറിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സംഘടനകളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപകരും എന്ന് പറയുന്ന ഒരു ഭാഗം. സോ ആ ഒരു ഭാഗത്തു നിന്നുള്ള മാക്സിമം സംഘടനകളാണ് നമ്മൾ ഇത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. ദെൻ ഈ പറയുന്ന SNDPയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം 1 കാസ്റ്റ് 1 റിലീജിയൻ 1 ഗോഡ്, അല്ലെ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് SNDPയുടെയും കൂടി എന്താണ്? ഒരു ആപ്തവാക്യമാണ്. ശ്രീനാരായണ ഗുരുവാണ് അത് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയല്ലോ. ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഏത്?
ഈ സംഘടനകൾ. അടുത്തതായിട്ട് വിച്ച് റെവല്യൂഷണറി വാസ് ഇൻവോൾവ്ഡ് ഇൻ ദി 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് കേസ് അലോങ് സൈഡ് ഭഗത് സിംഗ്. ഭഗത് സിംഗിന്റെ കൂടെ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞ കേസിൽ ഉണ്ടായിരുന്ന പ്രതി ആരാന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ബദ്കേശ്വർ ദത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ബദ്കേശ്വർ ദത്ത്. അപ്പൊ നമുക്ക് തെറ്റാൻ സാധ്യത, ഭഗത് സിംഗ് എന്ന് കേൾക്കുമ്പോൾ കൂടെ രാജഗുരു, സുഖദേവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുണ്ട്? ഈ ഓപ്ഷനിലുണ്ട്. ആരുണ്ട്? സുഖദേവ് ഉണ്ട്, രാജഗുരു ഉണ്ട്, ബദ്കേശ്വർ ദത്ത് ഉണ്ട്, ജതിൻ ദാസ് ഉണ്ട്. ഇവരെല്ലാം ഒരു വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. സംഘടനയുടെ പേര് HSRA എന്നാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 രൂപം കൊണ്ട HSRA എന്ന് പറയുന്ന സംഘടനയുമായി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, സെൻട്രൽ ഹാളിലേക്ക് ബോംബ് എറിഞ്ഞ കേസിൽ ഉൾപ്പെട്ടത് ആരൊക്കെയായിരുന്നു? ഭഗത് സിംഗിന്റെ കൂടെ ഉണ്ടായിരുന്നത് ബദ്കേശ്വർ ദത്താണ്. ആരാണ്? ബദ്കേശ്വർ ദത്ത്. അപ്പൊ അത്രയും കാര്യങ്ങളായല്ലോ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഗൂഢാലോചന കേസുകൾ, ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗൂഢാലോചന കേസുകൾ, ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കോൺസ്പിരസി അല്ലെ, ഗൂഢാലോചന കേസുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഈ അടുത്ത കാലത്ത് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അലിപ്പൂർ ബോംബ് കോൺസ്പിരസി അല്ലെങ്കിൽ അലിപ്പൂർ കോൺസ്പിരസി കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അത് നടക്കുന്നത് 1908 1908 എന്ന് പറയുന്ന വർഷത്തിലാണ് അത് നടക്കുന്നത്. അതിൽ അരവിന്ദ് ഘോഷൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കുറ്റവാളിയായിരുന്നു. അദ്ദേഹത്തിനെ പിന്നീട് വെറുതെ വിടുകയൊക്കെ ചെയ്തു. സോ ഇത് ഇവിടെ പഠിക്കേണ്ടത് നിങ്ങളെ കോൺസ്പിരസി കേസുകളും അതിന്റെ ഇയറുകളാണ് പഠിക്കേണ്ടത് കേട്ടോ. അലിപ്പൂർ ബോംബ് കോൺസ്പിരസി കേസ് 1908. ഓക്കെ അല്ലേ മക്കളെ? ശരി, അങ്ങനെയാണെങ്കിൽ ഇത് അറിയപ്പെടുന്നത് ഓൾസോ നോൺ ആസ് മാണിക് ടോല ബോംബ് കോൺസ്പിരസി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? മാണിക് ടോല ബോംബ് കോൺസ്പിരസി. മാണിക് ടോല ബോംബ് കോൺസ്പിരസി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അരവിന്ദ് ഘോഷ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബോംബ് കേസ് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ അനുശീലൻ സമിതിയാണ്. ഏതാണ്? അനുശീലൻ സമിതി. അപ്പോൾ അലിപ്പൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ഓർക്കണം? 1908 എന്ന് ഓർക്കണം, അരവിന്ദ് ഘോഷിന്റെ പേര് ഓർക്കണം, അനുശീലൻ സമിതി എന്ന് പറയുന്ന സംഘടനയെ ഓർക്കണം. ഓക്കെ, അടുത്തൊരു ഗൂഢാലോചന കേസാണ് ഡൽഹി ലാഹോർ കോൺസ്പിരസി. ഏതാണ്? ഡൽഹി ലാഹോർ കോൺസ്പിരസി എന്ന് പറയുന്ന 1912 നടന്ന ഒരു ഗൂഢാലോചന കേസ്. അതെന്താണ്? ദിസ് വാസ് പ്ലോട്ടഡ് ടു അസാസിനേറ്റ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ലോർഡ് ഹാർഡിഞ്ച്. ഹാർഡിഞ്ച് പ്രഭുവിനെ വധിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഹാർഡിഞ്ച് പ്രഭുവിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബ് എറിഞ്ഞ കേസാണ് ഇത് ഡൽഹി ലാഹോർ കോൺസ്പിരസി കേസ് 1912 എന്നറിയപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ട അതിലെ വ്യക്തിയാണ് ആര്? റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. ഇത് പ്രധാനമായിട്ടും ഡൽഹി കോൺസ്പിരസി എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹി ലാഹോർ കോൺസ്പിരസി എന്ന് പറയുമെങ്കിലും ഡൽഹി കോൺസ്പിരസി എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹി കോൺസ്പിരസി കേസ് 1912 എന്താണ്? 1912 റാഷ് ബിഹാരി ബോസ്. ആരാണ്? റാഷ് ബിഹാരി ബോസ്. അടുത്തതായിട്ട് കക്കോരി ട്രെയിൻ റോബറി അല്ലെങ്കിൽ കക്കോരി ട്രെയിൻ കോൺസ്പിരസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1925 അത് ഉണ്ടാകുന്നത്. 1925 അതില് മെമ്പർമാരായിട്ടിരുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരെ 1924 രൂപീകരിച്ച HSA എന്ന് പറയുന്ന HRA എന്ന് പറയുന്ന 1924 രൂപീകരിച്ച HRA എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1924 HRA എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയാണ് ഏത് നടത്തിയത്? കക്കോരി ട്രെയിൻ റോബറി നടത്തിയത്. ഓക്കെ അല്ലേ? ഇനി അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ആരൊക്കെ? റാം പ്രസാദ് ബിസ്മില്, അഷ്ഫഖുല്ല ഖാൻ ആൻഡ് റോഷൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? കക്കോരി ട്രെയിൻ റോബറി നടക്കുന്നത് അല്ലെങ്കിൽ കക്കോരി ട്രെയിൻ കോൺസ്പിരസി നടക്കുന്നത് 1925 ഓക്കെ. അടുത്തായിട്ട് ലാഹോർ കോൺസ്പിരസി. ഏതാണ്? ലാഹോർ കോൺസ്പിരസി 1928-31 കാലഘട്ടത്തിലാണ്. അത് കോമ്പിനേഷൻ ഓഫ് 2 കേസാണ്. ഒന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, നമ്മുടെ ചോദ്യം അതായിരുന്നില്ലേ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ ഒരു കേസും അതുപോലെ തന്നെ സാൻഡേഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ച കേസുമാണ് എന്ത്? ഡൽഹി
ലാഹോർ കോൺസ്പിറസി എന്നറിയപ്പെടുന്നത് 928-31 കാലഘട്ടത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്ന് പറയുന്ന വ്യക്തികൾ. അവരെ ആ കേസുമായി ബന്ധപ്പെട്ടാണ് തൂക്കിക്കൊല്ലുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും GK ആണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. എങ്കിലും കൃത്യമായിട്ട് 1-2 തവണ അത് കേൾക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാതിരിക്കുക. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മുടെ CCയുടെ CSEB പുതിയ ബാച്ച്, എക്സാം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എക്സാമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിച്ച് എക്സാമിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ച് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8921440580 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.